അതിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി ഇട്ടു. ഞങ്ങൾ 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര അളവ് വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ഉപയോഗിക്കാം. 1 സ്പൂൺ ഉപ്പ്, വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം നൂല് വിട്ടു പോകാതെ നമുക്ക് അച്ചില് കറക്കിയെടുക്കുമ്പോൾ കിട്ടും. ഇനി കുറേശ്ശെയായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്ന പാകം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഇടിയപ്പം നല്ലവണ്ണം വരിക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിട്ടു പോകും അച്ചില് കറക്കിയെടുക്കുമ്പോൾ. നല്ലവണ്ണം നമുക്ക് കുഴച്ചെടുക്കാം. നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നത് കൊണ്ട് തന്നെ കൈയിട്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് നല്ലവണ്ണം കുഴച്ച് ചെറുതായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ വേണം നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പൊ ചൂടോടെ ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ അച്ചിലേക്ക് ഇടുമ്പോഴൊക്കെ അതിന് ചൂട് വേണം. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പതിയെ ഡ്രൈ ആയി പോകും. അപ്പം പിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര ചൂടോടെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നോ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. ഇവിടുത്തെ ഇടിയപ്പം മേക്കറെ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇടിയപ്പം അല്ല നൂലപ്പം ആണെന്നാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെ നൂല് പോലെ വീഴുന്നില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണ. അപ്പൊ ശരിയാകും. നൂഡിൽസ് പോലെ കിട്ടും കുഴയ്ക്കുമ്പോൾ. നമ്മൾ ഈ തട്ടിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇടിയപ്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇടിയപ്പം അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്കിത് വേകാനായിട്ട് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ ഇടിയപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പിഴിയാം. 2 ഏലക്കായ ഇട്ട് തേങ്ങ നല്ലവണ്ണം അരച്ചെടുക്കുക.
പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇടിയപ്പവും തേങ്ങാപ്പാൽ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കൂടി തിളപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കാം.